ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷാണ് നെയ്ച്ചോറ് കേട്ടോ. പെട്ടെന്ന് ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിലെന്തൊക്കെയാണ് ആഡ് ചെയ്യണതൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ. ക്യാരറ്റ്, ഉള്ളി, നെയ്യ്, അതേപോലെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, മസാല. നമുക്ക് ഉണ്ടാക്കി വെക്കാം. കുക്കറിൽ വെച്ചിട്ടൊന്നുമല്ല കേട്ടോ, സാധാ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ടാണ് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിക്കാം. അതൊരു പാന് വെച്ചിട്ടുണ്ട്, പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 2-3 സ്പൂണ് കുറച്ച് നല്ല നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞ് വെച്ച കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഏകദേശം അത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, അതേപോലെ കുറച്ച് ജീരകങ്ങൾ ഇട്ടെടുക്കുന്നുണ്ട്, 2 പച്ചമുളക്, അതേപോലെ ഗരം മസാലകൾ ഇതൊന്ന് വഴറ്റി കൊടുക്കും. കുറച്ച് തണ്ടിപ്പരിപ്പ്, മുന്തിരി അതിട്ടെടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 30 കായിൻ്റെ ശേഷം നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് കേട്ടോ വെള്ളം എടുത്ത് വെക്കേണ്ടത്. കറക്റ്റ് അളവ് കിട്ടും. ഞാനിവിടെ ആദ്യം കറക്റ്റ് അളവ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുക്കുന്ന അരിക്ക് പാകമാക്കാണ്ട് 2 ഗ്ലാസ് അരിയാണ്. അപ്പം അതിന് 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒന്ന് വെട്ടി തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മളിതാ വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. റൈസ് ഇട്ടിട്ട് അത് തിള വരുന്നുണ്ട്. ഇനി നമ്മൾ തീയൊന്ന് സ്ലോവിലാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ ദമ്മിൽ നിൽക്കുക. പിന്നെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും ഇളക്കാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം വേണ്ടത്. ഒന്ന് ഓപ്പൺ ആക്കി നോക്കട്ടോ എന്താ ഇക്കണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് ഒന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് ദമ്മിൽ കിടന്നാൽ വേവ് റെഡിയായി. അപ്പോൾ നമ്മൾ വീണ്ടും ഓപ്പൺ ആക്കി നോക്കി, വേവൊക്കെ കറക്റ്റാണ്. നമ്മളിതിലേക്ക് ഗോൾഡൻ നിറത്തിലാക്കി വെച്ചിട്ടുള്ള ഉള്ളി, അതേപോലെ മുന്തിരി മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റ് ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് കിടക്കട്ടെ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. നല്ല അടിപൊളി നെയ്ച്ചോറാക്കണേ റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി, അതും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇനി അടുത്ത് നമുക്ക് അത് റെഡിയാക്കാം. അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ ഉള്ളി തക്കാളി വഴറ്റി അങ്ങനെയൊന്നും ടൈം എടുക്കേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിക്കിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, കുറച്ച് കറിവേപ്പിൻ്റെ, അത് ഓരോന്നായിട്ടല്ല, ഞാൻ ഒന്നായിട്ടൊക്കെപ്പാട് മിക്സഡ് ആയിട്ടാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സാക്കുക. നമ്മൾ അടുത്തത് ഈ മസാലകളില്ലേ അത് എല്ലേത് കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ മസാലകളും ഉണ്ട്, നേരത്തെ ഞാൻ കാണിച്ചു തന്നെ. കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക. മസാലയും കാര്യങ്ങളൊക്കെ റെഡി. ഇനി നമ്മൾ ഇതിലേക്ക് എന്താണെന്നോ തിളച്ച വെള്ളമില്ലേ, തിളച്ച കുറച്ച് വെള്ളം ഇട്ടാൽ കറിക്ക് ഒഴിച്ചെടുക്കേണ്ടത്, പച്ചവെള്ളമല്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചെടുത്തതുകൊണ്ട് പെട്ടെന്ന് കറി തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. കുക്കറൊന്ന് അടച്ച് വെക്കുക. ഒറ്റ ഒരു വിസിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കറി കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ആ ഒരു വിസിൽ അടിക്കണ ഒരു ടൈം മതി കേട്ടോ. കറി റെഡിയായി. അപ്പോൾ നമുക്കത് കാണാം. ഏതെങ്കിലും വിസിലടിക്കട്ടെ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഒറ്റ വിസിലടിച്ച് ഓഫ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നെയ്ച്ചോറ് ഇത് അതേപോലെ അതിൻ്റെ കൂടെ അതിലും വേഗം സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ചിക്കൻ കറി കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ആർക്കും ഉണ്ടാക്കിയെടുക്കാം.
വളരെ പെട്ടെന്ന്. അപ്പോൾ നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ഓക്കെ, ബൈ.